വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് നെത്തോലി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നെത്തോലി ഒന്ന് പീര പറ്റിച്ചാലോ, അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മൾ പീര പറ്റിക്കാൻ മെയിനായിട്ട് വേണ്ടത് തേങ്ങയാണ്. ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് മുളക് പൊടി ആഡ് ചെയ്യാം, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്, അതേപോലെ കുറച്ച് ഉലുവ പൊടിച്ചതുണ്ടെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ ഞാൻ ഉലുവ അതും ആഡ് ചെയ്യുന്നുണ്ട്. നമുക്കിനി കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അരയ്ക്കണം. എന്നുവെച്ചാൽ ഭയങ്കര പേസ്റ്റ് പോലെയല്ല, അറിയാമല്ലോ, കുറച്ചൊരു തേങ്ങയുടെ ഒരു ചതക്കിയ എന്ന് പറയും. ഏകദേശം നമ്മളിതായതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവാണ്. ഇനി നമുക്കിത് മീനകത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ നെത്തോലിക്കകത്തോട്ട് നമ്മളിത് ആഡ് ചെയ്യാണ്, ഈ തേങ്ങ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് എന്താ പറയുക, ഞവടി കൊടുക്കുക. ഓക്കെ, നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതുപോലെ കണ്ടില്ലേ? സോ ഇങ്ങനെ നമ്മൾ എല്ലാ തേങ്ങയും കൂടെ നമുക്ക് നന്നായിട്ട് ഇതിനകത്തൊന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ ഞാനിത് എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് ചെറിയ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും കൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കണം. എന്നിട്ട് ഈ ഒരു കൂട്ടിനകത്ത് നമ്മൾ മിക്സ് ചെയ്യേണ്ടതാണ്. എല്ലാം ചതച്ചത് ഇതിലേക്ക് മിക്സ് ചെയ്യാണ്. ഇതെല്ലാം നമുക്ക് നന്നായിട്ട് ഒന്ന് യോജിപ്പിക്കണം. ഇനി ഇതിലേക്ക് നമുക്കൊരു കുടംപുളിയൊക്കെ ആഡ് ചെയ്ത് കുറച്ച് വെളിച്ചെണ്ണയും തൂവി നമുക്കൊന്ന് അടുപ്പത്ത് വേവിക്കാൻ വയ്ക്കാം. കുറച്ച് കുടംപുളി ഞാനിവിടെ ഇങ്ങനെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. നമുക്കിത് അതിലേക്ക് ഇടാം. സോ ഞാൻ കുടംപുളി കുറച്ച് ചെറിയ പീസാണ് ഞാൻ കുടംപുളി ഇട്ടിരിക്കുന്നത്. ഇനി ആവശ്യത്തിന് ഉപ്പ് നമ്മളെടുത്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ ഉപ്പിന് എരിവിനനുസരിച്ചൊക്കെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ കുറച്ച് ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിൽ നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. ഇത് ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. ഇത് വളരെ സിമ്പിളാണ്. ഇത് സിമ്പിൾ. നെത്തോലി ഫ്രൈ ഉണ്ടാക്കിയല്ലോ ബാക്കിക്ക്. നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ. ഷുഡ് വെരി യമ്മി. കുറച്ച് ഉപ്പ് പൊടിയും കൂടെ ആഡ് ചെയ്യാം. കുറച്ച് കറിവേപ്പിലയും എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നെത്തോലി ഞാൻ നന്നായിട്ട് എല്ലാം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് വറക്കാം. ഓക്കെ, സോ നല്ല മണം വരുന്നുണ്ട് ഗൈസ്. ഇത് മീനൊക്കെ പെട്ടെന്ന് വേവും കേട്ടോ, നമ്മൾ അടച്ച് വെച്ച്. സോ ഞാൻ ഒരുപാട് ഇതാക്കുന്നില്ല. സോ ഏകദേശം ഇങ്ങനെ വാടി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇനി കുറച്ച് നേരം കൂടി ഇരുന്ന് വേവട്ടെ. എനിക്കൊന്നൊരു 10 മിനിറ്റ്സ് അതും കൂടെ ആയാൽ നമ്മുടെ നെത്തോലി പീര പറ്റിച്ചത് റെഡിയായി. കുറച്ച് നേരം കൂടെ അതങ്ങനെ ഇരുന്ന് അടഞ്ഞ് വേവട്ടെ. നമ്മുടെ പീര പറ്റിച്ചത് ഇസ് റെഡി ഗൈസ്. ഇതേ ഓൾറെഡി വെന്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ കാണാം, മീൻ ഇങ്ങനെ പുറന്ന് വന്നിരിക്കുന്നത്. സോ ഇതിനി നമുക്ക് കുറച്ച് ഗ്രേവി ആയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ കുറച്ച് നന്നായിരിക്കും. ചേട്ടാ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്. പിന്നെ ഒരുപാട് പീര പറ്റിച്ച പോലെ ആക്കില്ല, കുറച്ചൊരു ഗ്രേവി വേണം, നല്ലൊരു ടേസ്റ്റ് ഉള്ളൂ. നോക്കൂ. അപ്പോൾ മഹേഷ് ചേട്ടനോട് ടേസ്റ്റ് ചെയ്യാൻ ചൂടാട്ടോ. സൂപ്പറാ, സൂപ്പർ. മീൻ വെന്തോ നോക്കൂ. സൂപ്പർ അല്ലേ? അല്ലേ, സൂപ്പർ അല്ലേ? സോ ഗൈസ്, നിങ്ങളെല്ലാം ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇറ്റ് ഇസ് വെരി യമ്മി. നിങ്ങൾക്ക് ഭയങ്കര ഡ്രൈ ആയിട്ടാണ് വേണ്ടതെന്ന് വെച്ചാൽ ഇനി ഇത് ഒരുപാട് നേരം ഇതിന് പറ്റിയാൽ മതി. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ലിറ്റിൽ ഗ്രേവി ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി സൂപ്പർ. ഓക്കെ, അപ്പോൾ വീണ്ടും അടുത്തൊരു വ്ളോഗുമായി കാണുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.